Platoon repair, about 10. Platoon advance, about 10. 2, 3. All fighting race, right 10. 2, 3. 3 by the right, wait, foot. നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി ജൂലി ജംഗ്ഷനിലേക്ക് സ്വാഗതം. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ഞാനെന്നുള്ളത് നമ്മുടെ പൂതക്കുളത്തെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇന്ന് ഓഗസ്റ്റ് 2. ഈ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. കേരളത്തിൽ ഉദയം കൊണ്ട കേരള പോലീസിൻ്റെ നേതൃത്വത്തിൽ ഉദയം കൊണ്ട SPC, ആ SPCയുടെ 15ാം വാർഷിക ദിനമാണെന്ന്. അപ്പോൾ ആ ദിനത്തിൽ നമ്മുടെ ഈ പൂതക്കുളം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ഈ SPCയുടെ പ്രവർത്തനങ്ങളും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും കുട്ടികളുടെ അഭിപ്രായങ്ങളുമൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞാനിന്ന് ഈ സ്കൂളിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പരേഡിലേക്കും മറ്റ് പ്രോഗ്രാമുകളിലേക്കും ഒന്ന് കടന്നു ചെല്ലാം. ഓക്കെ, എല്ലാവരും വരും. ഏറ്റവും പ്രിയപ്പെട്ട വിജി ടീച്ചർ, സച്ചിൻ സാർ, SPCയിലെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, 2010 ഓഗസ്റ്റ് 2 രൂപം കൊണ്ട ഒരു പ്രസ്ഥാനമാണ് SPC. 15 വർഷങ്ങൾക്കിപ്പുറവും വളരെ കാര്യക്ഷമമായി SPCയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഒരു സംസ്കാരമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ആ ജനാധിപത്യം കാത്തുസൂക്ഷിക്കാൻ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോടൊപ്പം പൊതുവിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് രൂപം കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് SPC എന്ന് പറയുന്നത്. അതുപോലെ വായുവും വെള്ളവുമൊന്നുമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അവയെ, പ്രകൃതിയെ കാത്തുസൂക്ഷിക്കേണ്ട ചുമതല അതും നമുക്കുള്ളതാണ്. അതുപോലെ തന്നെ മറ്റ് അവശത അനുഭവിക്കുന്ന ആൾക്കാർ നമ്മുടെ SPCയുടെ നേതൃത്വത്തിൽ ഫുഡ് ഫെസ്റ്റൊക്കെ നടത്തി കഴിഞ്ഞ വർഷങ്ങളിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ, പ്രകൃതി ദുരന്തം ഉണ്ടായ സമയത്തൊക്കെ നമ്മൾ വളരെ കാര്യക്ഷമമായി ഉണർന്ന് പ്രവർത്തിച്ചു. അപ്പോൾ അങ്ങനെ ഭാവിയിൽ ഒരു നല്ല തലമുറ നമ്മുടെ എല്ലാ ജനാധിപത്യ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കടമകളും അവകാശങ്ങളും അതുപോലെ മറ്റുള്ളവർക്കും അവകാശങ്ങളുണ്ട് എന്ന് ഓർത്ത് പെരുമാറുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിന് നേതൃത്വം കൊടുക്കാൻ, അടുത്ത ഒരു തലമുറയ്ക്ക് നേതൃത്വം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയും. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ സ്കൂളിൽ നിങ്ങൾ നടത്തുന്നുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ബിജി ടീച്ചറും അതുപോലെ സച്ചിൻ സാറുമാണ്. അപ്പോൾ ഈ SPC ദിനത്തിൽ എല്ലാ ആശംസകളും നേരുന്നു. നമസ്കാരം, ഞാൻ പലവൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനായ സച്ചിൻ ചന്ദ്രനാണ്. ഞാൻ പൂതക്കുളം ഗവൺമെൻറ് HSSലെ SPCയുടെ ഡ്രില്ലിംഗ് സെക്ടർ കൂടിയാണ്. അപ്പം ഇന്ന് ഓഗസ്റ്റ് 2 SPCയുടെ 15ാമത്തെ വാർഷികം SPC ആഘോഷിക്കുകയാണെന്ന്. 15 വർഷങ്ങൾക്ക് മുമ്പാണ് കേരള സർക്കാരിൻ്റെ, കേരള പോലീസിൻ്റെയും കേരള വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് വളരെ കാര്യക്ഷമമായ ഒരു പൗരബോധമുള്ള ഒരു യുവതയെ ഉണ്ടാക്കിയെടുക്കുന്ന ലക്ഷ്യത്തോടുകൂടി SPC എന്ന പ്രോഗ്രാമിന് തുടക്കം കുറിച്ചത്. SPCയുടെ ലക്ഷ്യം സമൂഹത്തെ യുവാക്കളിൽ ഒരു പൗരബോധം ഉണ്ടാക്കുക, അവരെ കടമകളെപ്പറ്റി അറിയുക, അവരെ അവകാശങ്ങളെപ്പറ്റി അറിയിക്കുക. അപ്പം കേരളത്തിലാണ് ഇത് തുടങ്ങിയെങ്കിലും ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് തുടങ്ങാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും SPC പറ്റി പഠിക്കാനായിട്ട് അവിടെ ഡെലിഗേറ്റ്സ് കേരളത്തിൽ വരികയും അത് കാണുകയും ചെയ്തിട്ടുണ്ട്. 2016 ഞാനിവിടെ വന്ന് 2018 മുതലാണ് SPCയുടെ ചാർജ് ഏറ്റെടുത്തത്. പിന്നെ ഇപ്പോൾ നമുക്ക് 2 വർഷം കൊണ്ട് SPCയുടെ ബാൻഡ്
ട്രൂപ്പും ഉണ്ട്. കൊല്ലം ജില്ലയുടെ SPC സ്കൂളുകളിൽ ആദ്യത്തെ ബാൻഡ് ട്രൂപ്പായിരുന്നു. നമ്മൾ പല പ്രോഗ്രാമുകൾ, സംസ്ഥാന കലോത്സവം, ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ, അങ്ങനെ പല ജില്ലാ തലത്തിലുള്ള പ്രോഗ്രാമിനും നമ്മുടെ SPC ബാൻഡ് ട്രൂപ്പ് പങ്കെടുക്കാറുണ്ട്. അതുപോലെ തന്നെ 8ാം ക്ലാസ്സിലെ കുട്ടികളെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. 88 കേഡറ്റുകളാണ് നിലവിലുള്ളത്, സീനിയേഴ്സും ജൂനിയേഴ്സുമായിട്ട്. ബുധനാഴ്ചയും ശനിയാഴ്ചയുമാണ് ഇവർക്ക് ക്ലാസ്. ബുധനാഴ്ച സ്കൂൾ കഴിഞ്ഞ് വൈകുന്നേരവും ശനിയാഴ്ച രാവിലെയുമാണ് പ്രോഗ്രാം. പേരൻസിൻ്റെയൊക്കെ സഹകരണം എങ്ങനെ? പേരൻസിന് വളരെ മറ്റുള്ള സ്കൂളെ അപേക്ഷിച്ച് പൂതക്കുളത്തെ കുട്ടികളുടെ പേരൻസ് എന്ന് വെച്ചാൽ വളരെ മികച്ച രീതിയിലുള്ള സഹകരണമാണുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഈ കുട്ടികളുടെ ഫുഡ് പോലും ഒരു ദിവസം പോലും മുടങ്ങാതെ കൊടുക്കാൻ പറ്റുന്നത് തന്നെ. Advance, about 10. 2, 3. Outside the race, right 10. 2, 3. 3 by the right, wait, foot. Hold. Increase, about 10. Kaya murga badi. Chalo get. Race by the right, quick, march. Left, right, 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 left, right. Hold. ഒരു ഉത്തമ ബോധമുള്ള ഉത്തമ പൗരനായിട്ട് മാറാൻ വേണ്ടി ഈ SPCയുടെ എല്ലാ ഘടകങ്ങളുടെ ട്രെയിനിങ് കഴിഞ്ഞ് പോകുമ്പോൾ ആ കുട്ടി പ്രാപ്തനായി മാറുന്നു എന്നുള്ളത് കൊണ്ടാണ് SPC ഇത്രയും ഒരു ക്രെഡിബിലിറ്റി നമുക്കിപ്പോൾ ഈ ഒരു സംസ്ഥാനത്തും പല സംസ്ഥാനങ്ങളിൽ നമ്മൾ ഈ SPCയെ ഫോളോ ചെയ്തുകൊണ്ട് ആ മാതൃകയിൽ SPCയുടെ മാതൃക ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അതാണ് മെയിൻ റീസൺ. അതിൽ SPC വരുന്ന കുട്ടികൾ അച്ചടക്ക ബോധമുള്ള ഉത്തമ പൗരമായിട്ട് മാറുകയും നമ്മളെ സമൂഹ വ്യവസ്ഥയിലുള്ള അനീതിക്കെതിരെ പോരാടുവാൻ ആ കുട്ടികളെ പ്രാപ്തനാകുകയും ചെയ്യുകയാണ്. അതുമാത്രമല്ല, സ്വയം അവബോധമുള്ള ഉത്തമ പൗരനായി മാറാൻ, നിയമങ്ങൾ അനുസരിക്കുന്ന ഒരു ഉത്തമ പൗരനായി മാറാൻ വേണ്ടി SPCയിലുള്ള ഓരോ ട്രെയിനിങ്ങും ആ കുട്ടികളെ സഹായിക്കും. ആ 2 വർഷത്തെ ട്രെയിനിങ് കൊണ്ട് തന്നെ ആ കുട്ടി ഒരു നല്ലൊരു എല്ലാ മേഖലയിലും ഇടപെടുന്ന, സമൂഹത്തിൻ്റെ എല്ലാ ലെവലിലും ഇടപെടുന്ന ഒരു കുട്ടിയായിട്ട് മാറാൻ സാധിക്കും. പിന്നെ അതുമാത്രമല്ല, അവരുടെ ഒരു സ്റ്റേജ് ഫിയർ മാറാനും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എങ്ങനെ അഭിമുഖീകരിക്കണമെന്നും മനസ്സിലാക്കാൻ വേണ്ടി ആ കുട്ടിക്ക് വ്യക്തമായിട്ട് സാധിക്കും. പിന്നെ GHS പൂതക്കുളം SPC യൂണിറ്റ് വളരെ ഭംഗിയായിട്ട് പോവുകയാണ്. പിന്നെ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SPC പ്രവർത്തിക്കുന്ന കുട്ടികൾ ഇപ്പോൾ PSC മാർക്ക് കൂടി അംഗീകരിച്ചിട്ടുണ്ട്. അതൊരു നല്ലൊരു തുടക്കമാണ്. എങ്കിലും ചില കുട്ടികളുടെ ആദ്യമേ ഒരു മനോഭാവം വെറും ഒരു ഗ്രേസ് മാർക്ക് കിട്ടാൻ വേണ്ടി ഒരു കുട്ടികളും ഇതിലേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള കുട്ടികൾ കുറച്ച് കഴിയുമ്പോൾ മാറിപ്പോവുകയുമുണ്ട്. നമ്മൾ SPC എന്ന് പറയാൻ ഒരു ഗ്രേസ് മാർക്ക് കിട്ടാനുള്ളൊരു ഉപാധിയായിട്ട് മാത്രം കാണരുത്. പാരൻസ് പ്രത്യേകം അത് ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ ആ SPC പോകുമ്പോൾ ഗ്രേസ് മാർക്ക് ഒഴിച്ചു നിർത്തി ആ കുട്ടി എങ്ങനെ ആ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമെന്ന് മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് തീർച്ചയായും ഒരു ഭാവി ഉണ്ടാവും. പരേഡ് ഡിസിപ്ലിൻ, പിന്നെ കുട്ടികൾക്ക് മാതൃകയാവാൻ സാധിച്ചു. ലഹരി വിരുദ്ധ ഫ്ലാഷ് മോബ് അതെല്ലാം മടികൂടാതെ ചെയ്യാൻ പഠിച്ചു. ഒരു കൊച്ചു പോലീസാണെന്ന് തോന്നിയിട്ടുണ്ട്. അച്ഛനും അമ്മയെ പറഞ്ഞ ഇതിൽ വന്നത്. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഇതിൽ കുറേ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പറ്റി, ക്യാമ്പുകളിൽ പങ്കെടുക്കാൻ പറ്റി, ഡിസിപ്ലിൻ പഠിച്ചു, ഞാൻ പരേഡ് പഠിച്ചു. പിന്നെ പേരൻസൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. സച്ചിൻ സാറ് നന്നായിട്ട് എല്ലാം പറഞ്ഞു തരികയും പ്രവർത്തനങ്ങളൊക്കെ ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തു. അച്ചടക്കം വന്നായിരുന്നു. പിന്നെ സഹജീവികളോടുള്ള സ്നേഹം ഉണ്ടായി. അതുപോലെ തന്നെ സ്റ്റേജിലൊക്കെ നന്നായിട്ട് എല്ലാം അനൗൺസ്മെൻറ്റും അതൊക്കെ ചെയ്യാൻ പറ്റി. സ്റ്റേജ് ഫിയർ മാറ്റിയെടുത്ത് ഓരോ കാര്യങ്ങളും സ്റ്റേജിൽ അവതരിപ്പിക്കാനും ഓരോന്നും ചെയ്യാനും ഓരോ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഒക്കെ സാധിച്ചു. ഡെയിലി SPCയുടെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഓരോ ഫുഡ് ഫെസ്റ്റ് കാര്യങ്ങൾ അങ്ങനെയെല്ലാം നമ്മൾ നടത്തുന്നുണ്ട്. പിന്നെ സ്റ്റേജ് ഫിയർ മാറി കിട്ടിയിട്ടുണ്ട്. എല്ലാവരുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യാനും കൂടുതൽ സംസാരിക്കാനും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് പറ്റുന്നുണ്ട്.
ഉള്ളിലുള്ളൊരു ഭയം മാറിയിട്ടുണ്ട്. അപ്പം SPC കൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഹാപ്പിയാണ്. ഇപ്പോൾ ആഴ്ചയിൽ വീക്കിലി നമുക്ക് 2 ദിവസമാണ് പരേഡ് ഉള്ളത്. പരേഡ് ഒരു ദിവസം മോർണിംഗും ഒരു ദിവസം ഈവനിങ് ആയിട്ടാണ് പരേഡ് വരുന്നത്. സാറ് വരും പഠിപ്പിക്കാനായിട്ട്, സാറ് വരും. സച്ചിൻ സാർ തന്നെ വരുന്നത്, പഠിപ്പിക്കും. ഫുഡുണ്ട്. നല്ല രസമാണ്, നമുക്ക് ധൈര്യമൊക്കെ കിട്ടുന്നുണ്ട്. ഇത് ബോധക്കുളം സ്കൂളിലെ SPC കേഡറ്റാണ്, സെക്കൻഡ് ഇയേഴ്സ്. ഇത് അപർണ പ്രകാശ്, ഇത് അഭിരാമി. ഇത് സച്ചിൻ സാറ്, നമ്മുടെ DA ആണ്. എൻ്റെ പേര് നിഹാസ്. ഈ കുട്ടികൾ നമ്മളെ ഈ SPC യൂണിറ്റിൻ്റെ അഭിമാനമാണ്. കാര്യം കഴിഞ്ഞ സംസ്ഥാന കായികമേളയിൽ, സ്കൂൾ കായികമേളയിൽ 70 വിഭാഗത്തിൽ ഈ കുട്ടി സ്റ്റേറ്റിൽ 5ാം സ്ഥാനം വരികയും 1500-ലും 3000 മീറ്ററിലും, അതുപോലെ അഭിരാമി സ്റ്റേറ്റിൽ പങ്കെടുക്കുകയും ചെയ്തു. ഈ 2 ദിവസങ്ങളായി കഴിഞ്ഞ അമച്ചർ ജില്ലാ അത്ലറ്റിക് മീറ്റിൽ 31-1 ശ്രീപാദം സ്റ്റേഡിയത്തിലായിരുന്നു. അതിൽ നടന്ന 1000 മീറ്റർ അതുപോലെ 600 മീറ്റർ മത്സരത്തിൽ ഗോൾഡ് മെഡൽ വന്നിരിക്കുകയാണ്. ഗോൾഡ് മെഡൽ നേടി സംസ്ഥാന മത്സരത്തിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നു. ഇത് അഭിരാമി 1000 മീറ്ററിൽ സിൽവർ മെഡൽ നേടി ഈ വരുന്ന സംസ്ഥാന മീറ്റിലേക്ക് മത്സരിക്കാൻ വേണ്ടി യോഗ്യത നേടി. ഈ നമ്മുടെ ബോധക്കുളം സ്കൂളിൻ്റെ അഭിമാന താരങ്ങളാണ് എസ്പെഷ്യലി SPC കേഡറ്റുകളായ അഭിരാമിയും അതുപോലെ അപർണ പ്രകാശും നമ്മുടെ സ്കൂളിൻ്റെ അഭിമാനമാണ്. എല്ലാ ദിവസവും വർക്കൗട്ട് ഉണ്ട്. ഞായറാഴ്ച ഇല്ല, ഞായറാഴ്ച നമുക്ക് റെസ്റ്റൊക്കെ ഉള്ളത്. അല്ലാതെ എല്ലാ ദിവസവും വർക്കൗട്ടൊക്കെ ഉണ്ട്. SPCന്ന് നമ്മൾ കോമ്പറ്റീഷനൊക്കെ ഉണ്ടെങ്കിൽ ബിജി ടീച്ചർ എന്ന് പറഞ്ഞാൽ ടീച്ചർ ഒന്നും പറയാറില്ല. ടീച്ചർ സപ്പോർട്ടാണ്, സാറ് സപ്പോർട്ടാണ്. ഈ 2 കുട്ടികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ രാവിലെ സാറിൻ്റെ അടുത്ത് പോയി ഒരു ട്രെയിനിങ് സെഷൻ കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്തോട്ട് വരുന്നത്. അത്രയും ഒരു ഫിസിക്കൽ ടഫ്നെസ് അവർക്കുണ്ട്. അവരത്രയും ഹാർഡ് വർക്കിംഗ് ആണ്. അവർ സ്പോർട്സിൻ്റെയും ട്രെയിനിങ്ങിന് പോകും, അതുപോലെ തന്നെ SPCയുടെ എന്ന് വെച്ചാൽ അവർ അവിടെ പോയിട്ട് വന്ന് ഇവിടെ ക്ഷീണമെന്ന് ഒരിക്കലും എനിക്ക് നട്ടിട്ടില്ല. അത്രയും നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള 2 കുട്ടികളാണ്. അവർക്ക് ഇനിയും മുകളിലോട്ട് തന്നെ എത്തും. നല്ല ഇനി നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിച്ച് തന്നെ അവർ പോകും എന്നെനിക്ക് ഉറപ്പുണ്ട്. ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്ന കേരളത്തിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കേരള പോലീസ് ആവിഷ്കരിച്ച ഒരു സുപ്രധാന പദ്ധതിയാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് എന്നുള്ളത്. യുവാക്കളും നിയമപാലകരും തമ്മിലുള്ള വിടവ് നികത്തുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. വിദ്യാർത്ഥികൾക്കിടയിൽ അച്ചടക്കം, നേതൃത്വം, സാമൂഹിക ഉത്തരവാദിത്വം എന്നിവ വളർത്തിയെടുക്കുന്നതിലൂടെ ഉത്തരവാദിത്വമുള്ള ഭാവി പൗരന്മാരെ രൂപപ്പെടുത്തുന്നതിൽ ഈ പദ്ധതി നിർണായക പങ്ക് വഹിക്കുന്നു. ഇത് കമ്മ്യൂണിറ്റി പോലീസിങ്ങിനെ ശക്തിപ്പെടുത്തുക മാത്രമല്ല, സമൂഹത്തിൽ ബഹുമാനം, സഹാനുഭൂതി, സേവനം എന്നിവയുടെ ഒരു സംസ്കാരം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു.